afternoon all. Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എവിടെ വരെയാ? ഓർമ്മയുണ്ടോ? Okay, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻ തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? ആണോ? Okay. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനോ? കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാനോ? വോയിസ് റിലേഷൻസ് ആണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ബന്ധങ്ങൾ, അത് തീർച്ചയായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ ഇൻഡസ്ട്രിക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാവരോടും വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിന്റെ സവിശേഷത, അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ്. The nature of employee relations involves firstly complex relationship. Now, the relationship that industrial relations develop between an employee and employer is simple and an easy one. Okay. നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള തൊഴിലാളി ബന്ധം എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ അവിടെ ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള ബന്ധമല്ലേ, വലിയ പ്രശ്നമില്ലാത്തത് അത് തോന്നും. പക്ഷെ അത് അത്ര സിമ്പിൾ ഒന്നല്ല അല്ലെ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നവനില്ല. അത് ഇച്ചിരി കൂടി നല്ലൊരു ട്രാക്ക്, നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് പോയാൽ മാത്രമാണ് അവർ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ എന്തെങ്കിലും പരസ്പര വിശേഷങ്ങൾ അല്ലെ, തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തില്, തൊഴിലാളിക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും അല്ലെ. So it is a relatively an art of living together to fulfill the common objective of a productive effectively, individual welfare and the industrial growth. ഒരു വ്യവസായ വളർച്ച ലക്ഷ്യമിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെയും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് പ്രാധാന്യമായിട്ടും അല്ലെ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ്, അതായത് ഫലപ്രദമായിട്ടുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഇൻകേസ് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉത്പാദനം ഉണ്ടാകുന്നതെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കോമൺ ആയിട്ട് നല്ലൊരു ബന്ധം അവിടെ ഒത്തൊരുമിച്ച് പോകേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെ. അതൊരു കലാപരമായ രീതിയിൽ ഒത്തൊരുമിച്ച് പോകണമെന്ന് പറയാൻ കാരണം അവിടെ എന്താണ്, അവർക്ക് ഇരുകൂട്ടർക്കും, എംപ്ലോയർക്കാണെങ്കിലും എംപ്ലോയിക്ക് ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് അല്ലെ, ഇരുകൂട്ടർക്കും ദോഷമില്ലാത്ത രീതിയിൽ സമന്വയിച്ചു കൊണ്ട് തന്നെ പോകേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. Then it is necessary for the organization to maintain order industrial relations in order to build a healthy behavior, conducive working environment, easy working procedure, etc. ഓക്കെ, നമുക്കറിയാം നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു അല്ലെ പെരുമാറ്റ രീതി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു എൻവയോൺമെന്റ് കെട്ടിപ്പടുത്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു നല്ല അല്ലെ ഏത് ഒരു ജോലിയാണെങ്കിലും തുല്യമായിട്ട് നല്ലൊരു വർക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ എംപ്ലോയർ പറയുന്ന കാര്യങ്ങളൊക്കെ രൂപീകരിച്ച് അവിടെ നിലനിൽക്കുകയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇൻ കേസ് എംപ്ലോയേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും ഒരു ഡിസിഷനൊക്കെ നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടിയിട്ട് തീരുമാനം എടുത്താലാണ് എംപ്ലോയി അത് ഫോളോ അപ്പ് ആവുള്ളൂ. തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനും സാധിക്കുള്ളൂ. അപ്പൊ ഇൻ കേസ് ഒരു ടീമുകളൊക്കെ ഉണ്ടാവുമ്പോൾ ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് എംപ്ലോയറും എംപ്ലോയിയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. നമ്മള് റിലേഷൻഷിപ്പ് വേണമെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. ഒരു കമ്പനിയൊക്കെ ആവുമ്പോൾ എന്തെങ്കിലും തർക്കങ്ങൾ വരാനായിട്ട് സാധ്യത ഉണ്ടാവില്ലേ. ഇൻ കേസ് ചിലപ്പോൾ വേജസ് മതിയായ രീതിയിൽ സാലറി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻ അവൈലബിൾ ആക്കിയിട്ടില്ല എന്നുള്ളതായിരിക്കാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ, ഉണ്ടാവില്ലേ? ഉണ്ടാവോ? തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുമോ കമ്പനികളാകുമ്പോഴും? ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനി ആവുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇസ് കൺസിഡർഡ് ടു ബി എ ഫ്യൂഷൻ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പൊ അവിടെ സാധാരണയായിട്ട് പറയുന്നത് എന്താണ്, തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അല്ലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇസ് കൺസിഡർഡ് ടു ബി എ ഫ്യൂഷൻ
അവിടെ തീർച്ചയായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു മിശ്രിതമാണ് അല്ലെ, ഇന്ത്യന്റെ മിശ്രിതം, ഒരു സഹകരണത്തിന്റെ മിശ്രിതം അവിടെ ആവശ്യമാണ്. എന്താണ് തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് സഹകരണത്തിന്റെ മിശ്രിതം അവിടെ പ്രധാനമായിട്ടും ആവശ്യമാണ്. അവിടെ എന്തായാലും പരസ്പരം ഒരു സഹകരണത്തിന്റെ കാര്യമുണ്ട് അല്ലെ, കാരണം എംപ്ലോയറും എംപ്ലോയിയും കൂടി ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെ ഇരുകൂട്ടരുടേത് ആയിട്ടുള്ള ആവശ്യങ്ങളും അവകാശങ്ങളും ഉണ്ടാവും. So the organization objective is always to be gain employees operations. നമുക്കറിയാം എപ്പോഴും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയിയുടെ തൊഴിലാളികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സഹകരണം അവിടെ ആവശ്യമാണ്. ഡിഗ്രി ഓഫ് കോൺഫ്ലിക്ട്സ് എവർ പ്രസന്റ്. ഓക്കെ, നമുക്കറിയാം നിലവിലെ അല്ലെ എന്തായാലും അവിടെ ഒരു പരിധി വരെ നമുക്ക് ഈ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് മുഴുവനും അയച്ചു കളയാനെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഈ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അയച്ചു കളയാനൊക്കെ ആയിട്ട് സാധിക്കും. റിസൾട്ട്സ് ബിഹൈൻഡ് ഇങ്ങനെയുള്ള പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കാം. ലേബർ ആൻഡ് മാനേജ്മെന്റ് ആർ ടു ഗ്രൂപ്പ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ എവരി ഓർഗനൈസേഷൻ. ഓക്കെ, എല്ലാ ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ ലേബർ തൊഴിലാളികളും മാനേജ്മെന്റ് എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകളായിരിക്കും. Okay, they usually have a different perspective and perception of their interest and a negative thinking about each other. Okay, ഇരു കൂട്ടരും അല്ലെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും. കാരണം അവരവരുടേതായിട്ടുള്ള ധാരണകളാണ് അവർക്ക് വലുത് അല്ലെ. ആ ധാരണകൾ വിജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇരു കൂട്ടരും പ്രവർത്തനമാക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ഫോം ചെയ്യാൻ സാധ്യതയുള്ളത് മാനേജ്മെന്റും തൊഴിലാളികളുമാണ് അല്ലെ. പേപ്പർ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിയനുകളും മാനേജ്മെന്റും തമ്മിൽ എതിരഭിപ്രായമായിരിക്കും ഉണ്ടാവുക. Organizations usually do not have a proper guideline or use rules to set their limits in order to fulfill their goals. തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് അവര് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അത് ചിലപ്പോൾ എല്ലാവരും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ ഡ്യൂ ടു ലാക്ക് ഓഫ് നോംസ് ബോത്ത് ഗ്രൂപ്പ്സ് ഗോ ടു എനി എക്സ്റ്റെന്റ് ആൻഡ് ഈവൻ ട്രൈ ടു ജസ്റ്റിഫൈ ദർ ആക്ഷൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇരുകൂട്ടർക്കും ഈ പറഞ്ഞ മാത്രം ലേബറുകൾക്കാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും അവരുടേതായിട്ടുള്ള നീതീകരണങ്ങൾ ഉണ്ടാകും. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് when the group come together for negotiation, some past weakness crops apart from the present disturbance and hinders the negotiation process. ഓക്കെ, ഇങ്ങനെ ഇരുകൂട്ടർക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന എന്താ പ്രത്യേകത? ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ അവരവരുടേതായിട്ടുള്ള ഹെൽപ്പ് നിറഞ്ഞ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇൻ കേസ് നേരത്തെ നടന്ന ഹെൽപ്പ് നിറഞ്ഞ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ചിലപ്പോൾ ചർച്ചയിലേക്ക് ഉടനീളം വ്യാഖ്യാനിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചർച്ചകളൊക്കെ ചിലപ്പോൾ അലസിപ്പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. സോ ദേ വിൽ നോട്ട് റീച്ച് എ ജോയിന്റ് ഡിസിഷൻ. അവസാനം നമുക്കറിയാം ഒരു ഇരുകൂട്ടരും കൂടി എങ്ങനെയെങ്കിലും ഒരു ഡിസിഷനിലേക്ക് അല്ലെ പലതരത്തിലും പല ചർച്ചകളും പഠിപ്പിച്ചിട്ടായിരിക്കും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. Industrial relations are concerned with the formation and observance of multi-faceted association between the labor and the union in an organization. Okay, നമുക്കറിയാം ഓർഗനൈസേഷനുകൾ ഇങ്ങനെ യൂണിയനുകളൊക്കെ മുന്നോട്ട് വരുന്നത് അവര് തീർച്ചയായിട്ടും എന്താണ് വളരെയധികം അസോസിയേഷൻ പോലെ ഒരു രൂപീകരണത്തോടു കൂടിയിട്ടായിരിക്കും യൂണിയനുകളൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയനുകളൊക്കെ രൂപം കൊണ്ടുകൊണ്ട് വരുന്നത്. ഓക്കെ, ദീസ് റിലേഷൻസ് ക്യാൻ ഈതർ ബി ഓർഗനൈസ്ഡ് ഓർ അൺഓർഗനൈസ്ഡ് ഫോംസ്. നോക്കാം, ഇത്തരത്തിലുള്ള റിലേഷൻസ് എന്ന് പറയുന്നത് സംഘടിതമായിട്ടോ അസംഘടിതമായിട്ടോ ഒക്കെ ആയിരിക്കും അവരൊറ്റക്കെട്ടായിട്ട് മുന്നേറാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ ഇതിൽ ഈ പോയിന്റിൽ പറയുന്നത്. അതായത് ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ അവിടെ എന്താണ് മാനേജ്മെന്റ് ഉണ്ട്, അതേമാതിരി തന്നെ അവിടെ ലേബേഴ്സ് ഉണ്ട്, എംപ്ലോയ്മെന്റ് അല്ലെ. ഇൻ കേസ് എംപ്ലോയറും എംപ്ലോയിയും ആദ്യം തന്നെ കൺസിഡർ ചെയ്യാം. എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവാം. അതേമാതിരി തന്നെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂണിയനുകളും പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ മാനേജ്മെന്റ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഉണ്ടാവുമ്പോൾ ഇരുകൂട്ടരും അല്ലെ മാനേജ്മെന്റും എംപ്ലോയീസിന്റെ യൂണിയനുകളും ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിൽ ആ യൂണിയനുകളും അവരുടേതായിട്ടുള്ള ഐക്യതകളും ഉണ്ടെന്ന് അല്ലെ അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഐക്യതകളായിരിക്കും യൂണിയൻ ഉന്നയിക്കുന്നത്. അതേമാതിരി തന്നെ മാനേജ്മെന്റ് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ്
അവരുടേതായ ന്യായീകരണങ്ങൾ ഉന്നയിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു കോൺഫ്ലിക്ട്സിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു നെഗോഷിയേഷൻ, ഒരു ചർച്ച സംഘടിപ്പിക്കും. ചർച്ചകളിലും ഉടനീളം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പഴയ കാലത്തെ എന്തെങ്കിലും കൈപ്പേരി അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ചർച്ചയിലേക്ക് എടുത്തതും അവസാനം നമുക്കറിയാം ഒരു ജോയിന്റ് ഡിസിഷനിലേക്ക് ഇത് എത്തിപ്പെടും. അവിടെ തീർച്ചയായിട്ടും അപ്പൊ കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ മാനേജ്മെന്റ് തെറ്റിപ്പിരിഞ്ഞ് ഓർഗനൈസേഷന്റെ ലക്ഷ്യബോധം തന്നെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പരസ്പരം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് മാനേജ്മെന്റ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടിയിട്ട് തന്നെ എന്താണ് അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ സംഘടിതമായിട്ടോ അസംഘടിതമായിട്ടോ അവർ കൂടിച്ചേർന്ന് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ലാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാനേജ്മെന്റ് യൂണിയനുകളൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഇന്റർ ഡിസിപ്ലിനറി. ഇൻഡസ്ട്രി എന്താണ് interdisciplinary എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ ക്യാൻ ബി കോൾഡ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി ഫ്രെയിംവർക്ക്. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനെ നമുക്ക് ഇന്റർഡിസിപ്ലിനറി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്, മേഖല എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. This is because it is not a fusion of multiple disciplines, rather it draw it components from various fields like sociology, law, economics, physiology, then political science, etc. Okay, psychology ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാ ഘടകങ്ങളും അല്ലെ നമ്മളെ നേരത്തെ നോക്കുകയാണെങ്കിൽ അവിടെ സോഷ്യോളജി ആയിട്ടും അല്ലെങ്കിൽ നിയമവശമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക വശമായിട്ടും അല്ലെങ്കിൽ എന്താണ് മാനസികമായിട്ട് ഉൾക്കൊള്ളാവുന്ന വശങ്ങളും പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട് അല്ലെ. ഇൻഡസ്ട്രി എന്ന് പറയുന്ന വ്യവസായ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നമുക്ക് പുലർത്തേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരു കമ്പനിക്ക് അല്ലെ അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ കമ്പനി മുന്നോട്ട് പോകണമെങ്കിലും അവിടെ മാർക്കറ്റ് വേണം, ഒരു കമ്പോളം വേണം അല്ലെ. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിന് പല രീതിയിലുള്ള സ്വാധീന ശക്തികളും അവിടെയുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പല സ്വാധീനങ്ങളും അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലെ കുറെ നിയമങ്ങൾ ചട്ടക്കൂടുകളൊക്കെ ഉണ്ട് അല്ലെ. ആ നിയമത്തിന്റെ ഒക്കെ അണ്ടറിൽ തന്നെ ഈ ഒരു ഓർഗനൈസേഷനിൽ മൂവ് ചെയ്യും. ഇന്ന് ഇത്രയും അംഗങ്ങളുള്ള സ്ഥാപനമാണെങ്കിൽ ഇത്രയും അംഗങ്ങളുള്ള സ്ഥാപനത്തിൽ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് അതെല്ലാം ഫോളോ ചെയ്യും. അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ സ്വീകാര്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അതേപോലെ തന്നെ എൻവയോൺമെന്റിൽ എന്തെങ്കിലും പൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ കമ്പനി എന്ന് പറയുന്ന ഫേം അല്ലെ ആ ഒരു സംഭവം ബിസിനസ് എന്ന് പറയുന്ന സംഭവം അത് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് പല മേഖലകളും കൂടി കവർ ചെയ്ത് പോയാൽ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. So, hence, in a wider perspective, industrial relations is an interdisciplinary area that includes the study of various characteristics of individuals at a workplace. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ വളരെ അല്ലേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെയും സവിശേഷമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മള് വർക്ക് പ്ലേസിലുള്ള ആ ഒരു സ്വഭാവ രീതികളെല്ലാം തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള രീതികളെല്ലാം തന്നെ ഒത്തനങ്ങി പോകേണ്ടതുണ്ട്. This comprises of study of individual, group of workers who not form a union or association, the attitude of a union, organization and employer, the public policy or legal framework, in terms of employment and economic of environment issues, and even the comparative analysis of industrial relation system in the various countries over various time zones.
ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എംപ്ലോയീസിന് വ്യത്യസ്ത ക്യാരക്ടറൊക്കെ ഉണ്ട്, അത് നമ്മൾ പരിഗണിക്കണം. അത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നിലപാടുകളുണ്ട് അല്ലെ, രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്. ഇൻ കേസ് നമ്മുടെ കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബാരിയേഴ്സ് അല്ലെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ തരത്തിലുള്ള മേഖലകളിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ തരത്തിലും നമ്മൾ എന്താണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇൻ കേസ് അവിടെ ഒരു എക്കണോമിക് തലം മാത്രമല്ല, സാമ്പത്തിക തലം മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീന തലങ്ങളെ കൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതേമാതിരി അവിടെ ഉള്ള എംപ്ലോയീസിന്റെ എല്ലാ തരത്തിലുള്ള നേച്ചറുകളും അതിനോടും കൺസിഡർ ചെയ്യണം. അങ്ങനെ അത് മാത്രമല്ല എന്തെങ്കിലും നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമവശങ്ങളെ കുറിച്ച് കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ എല്ലാ മേഖലകളും കൂടി എന്താണ് നമ്മൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എല്ലാ മേഖലയും കൂടി ഫ്ലോ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോ എല്ലാ തരത്തിലുള്ള ഇതുകൾ തമ്മിൽ അല്ലെ, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ തമ്മിൽ നമ്മളൊരു നല്ലൊരു ബന്ധം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് ഇതെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ടെസ്റ്റ് വായിച്ച് നമുക്ക് next നോക്കാം. An integrated interdisciplinary approach help one to know industrial relations as an area that consists of different subjects such as grievance redressal, collective bargaining, pay fixation, employee benefits, the quality of work life, state labor policy, industrial conflicts, etc. ഓക്കെ, നമ്മുടെ ബഹുമുഖ സ്വഭാവമുള്ളതെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഇതുകളിലൂടെ നമ്മൾ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം ഒരു പരാതിക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ എംപ്ലോയി അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്തിട്ടായിരിക്കും അല്ലെ, വിലപേശിയായിരിക്കും മേടിച്ചെടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ഫിക്സേഷനും അതേമാതിരി തന്നെ എംപ്ലോയിയുടേതായിട്ടുള്ള ബെനിഫിറ്റ്സുകളെല്ലാം പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെയായിരിക്കും സാധ്യമാകുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ക്വാളിറ്റി വർക്ക് ലൈഫിലും അതേമാതിരി തന്നെ എന്താണ് നിയമങ്ങളിലും നിയമതലത്തിലൊക്കെ നമുക്കറിയാം പല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ഇത് തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെയാണോ? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാമോ? ാണോ ചെയ്യാനോ? പിന്നെ പറയേണ്ടതുണ്ടോ? കാണുന്നുണ്ടോ? ഇത് ക്ലോസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് വിസിബിൾ ആവുള്ളൂ. അപ്പൊ പരമാവധി മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വർക്ക് ഡയറക്ഷൻ ഓക്കെ, എന്താണ് ഇവിടെ നെക്സ്റ്റ് നോക്കാനുള്ളത്? ഈ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള സ്വഭാവം ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് പല കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് എന്നുള്ളത് പറയാം.
Industrial relations do not operate purposefully, then rather it multi-dimensional in nature and affected by several factors, institution, economic and technological factors, etc. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഒരു വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ടല്ലേ, അവിടെ ഒരു എംപ്ലോയറുടെ ബന്ധം മാത്രം വെച്ച് പുലർത്തിയതുകൊണ്ട് കാര്യമില്ല. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അല്ലെ. ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി വികസിപ്പിക്കുന്നുണ്ട്, അതൊരു ചിലപ്പോ ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ടെക്നോളജി നമ്മുടെ കമ്പനിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ടാവാം അല്ലെ. അവരിൽ നിന്ന് ആ മെഷീൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് അത് മാത്രമല്ല അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് അത് നേടിയെടുക്കേണ്ടതുണ്ടാവാം. അപ്പൊ അവരൊക്കെ ആയിട്ട് ഒരു ടൈപ്പ് നേടിയാൽ മാത്രമാണ് അത് നമ്മുടെ കമ്പനിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ബെറ്ററായിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇതിൽ ബന്ധപ്പെടാം. നമുക്ക് സാമ്പത്തികം മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ മാത്രമല്ല, ടെക്നോളജിക്കൽ ആയിട്ടുള്ള പല ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട പല ബന്ധങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ബന്ധം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കരുത്, എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ കോംപ്ലക്സ് റിലേഷൻഷിപ്പിൽ നമ്മൾ എംപ്ലോയറുടെ ഒരു റിലേഷൻഷിപ്പ് ആണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും മിക്സർ കോർപ്പറേഷൻ ഓഫ് കോംപ്ലക്സിൽ നമ്മൾ കണ്ടു. അവിടെ എന്താണ് മാനേജ്മെന്റ് ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടു. അതേമാതിരി തന്നെ ഇന്റർ ഡിസിപ്ലിനറിയിൽ നമ്മൾ കണ്ടു, കുറച്ച് അധികം മേഖലകൾ നമ്മൾ കണ്ടു. വീണ്ടും മൾട്ടി ഡയമെൻഷണൽ നേച്ചറിൽ നമ്മൾ കണ്ടു. ബഹുമുഖ സ്വഭാവമാണ് ഇതുള്ളത്. അപ്പൊ പലതരത്തില് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് തന്നെ നമ്മുടെ ബെറ്റർ റിലേഷൻഷിപ്പ് അത് സൂക്ഷിക്കേണ്ടത് വരെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ നേച്ചർ എന്ന് പറയുന്നത് വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു നേച്ചർ തന്നെയാണ്. ഓക്കെ ആണോ? ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഇത് തന്നെയാണ് സ്കോപ്പ് ഓഫ് എംപ്ലോയർ റിലേഷൻസ്. നമുക്കത് സ്കോപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇതിന്റെയൊക്കെ ഹെഡിങ്ങുകൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഒന്നും അതിനപ്പുറം അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. പക്ഷെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് അതൊക്കെ പറഞ്ഞ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിക്സ് ചെയ്തൊക്കെ വരുമ്പോൾ സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻഷിപ്പിലെ പോയിന്റ്സ് ഒക്കെ അങ്ങോട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹെഡിങ്ങുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ്, മിക്സ്ചർ കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്, then interdisciplinary, then fourth one multi dimensional in nature. Then scope of employer relations. Interdisciplinary questions just കാണാറുണ്ട്. Industrial relations can be called രാഷ്ട്രീയ ഫീൽഡ് എന്നുള്ളത് ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് എന്നും അറിയപ്പെടാം അല്ലെ. അതിലേപോലെ തന്നെ എന്തെല്ലാം ഇതിൽ പെടുന്നതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് എക്കണോമിക്, സൈക്കോളജിക്കൽ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് എക്കണോമിക്സ്. The next is scope of employer relations. The scope of industrial relations comprises all sorts of relations in our industry, like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. Okay, നമ്മുടെ പ്രധാനമായിട്ടും പറയുന്നത് ഇൻഡസ്ട്രീനെ അല്ലെ പുരോഗമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം അവിടെ ലേബർ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിലെ ഐക്യം അല്ലെ, ഐക്യത്തിനെ പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് എല്ലാവരും തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം അല്ലെ, എത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എംപ്ലോയീസ് റിലേഷൻസിലെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. കാരണം എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവില്ല അല്ലെ. In any industry, the workers who work with each other
not only influence the worker relations, but also influence the social, economic, political, professional, and moral lives of individuals doing jobs at various organizations. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താ പരസ്പരം ബന്ധം അല്ലെ അവിടെ പരിപോഷിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഈച്ച് അതർ ഓരോരുത്തരും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഇൻഫ്ലുവൻസുകളും അല്ലെ പ്രചോദനങ്ങളും അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും തൊഴിൽപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും കൂടി അവിടെ പരിപോഷിക്കുന്നതായിട്ടാണ് എടുത്തു പറയുന്നത്. ആൻഡ് ഇൻഡസ്ട്രി ഇസ് എ സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ഇൻ ഇറ്റ്സെൽഫ്. ഇൻഡസ്ട്രിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ട്, ലോകമുണ്ട് അല്ലെ. Currently, the scope of employee relations comprise of the following persons. Okay, ഏതൊക്കെ രീതിയിലാണ് എംപ്ലോയീസിന്റെ റിലേഷൻസിന്റെ വ്യാപ്തി കിടക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. Participative management. Participative management is also known as a participatory management or participative decision making or employee involvement. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് പങ്കാളിത്തം അല്ലെ, പങ്കാളിത്തമുള്ള മാനേജ്മെന്റിന് പങ്കാളിത്തം കിട്ടുന്ന പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ തൊഴിലാളികളെ പരിഗണിക്കുന്നുണ്ട് അല്ലെ. തൊഴിലാളികളെ പരിഗണിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു എംപ്ലോയീസിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റ്സ് മനസ്സിലാക്കി വെക്കാൻ, നോട്ട് ചെയ്യാം. Participative management is also known as participatory management, participative decision making or employee involvement. അവരെ പങ്കാളികളാക്കുന്നു എന്നുള്ളത്. It involves employees in the process of decision making of the organization by contributing in actions such as forming work schedules, goal settings, and giving ideas or suggestions. Okay, നമുക്കറിയാം തൊഴിലുടമ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ ഏൽപ്പിക്കുന്നതും തൊഴിലാളികളും കൂടി പങ്കാളികളാക്കിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുറത്തിറക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. തൊഴിലാളികളുടെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ എന്താ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐഡിയാസ് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാം അവരുടെയും കൂടിയും ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവര് തയ്യാറാവും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എംപ്ലോയീസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ഒരു പങ്കാളിത്തം കിട്ടും. then അവരുടേതായിട്ടുള്ള സംഭാവനകൾ ഇതിൽ എല്ലാവരും കാണിക്കുന്നു. അവർക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോഴും ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും ഐഡിയാസുകൾ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അവരുടേതായിട്ടുള്ള ഐഡിയാസ് കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെ നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ട് സാധ്യമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി പങ്കാളിയാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഗോൾസ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കേൾക്കണോ? ചെയ്യാലോ? ഓക്കെ, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. എന്താണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്? ഇനി discrepancy in an industrial relation can give rise to industrial disputes. Okay, എന്തെങ്കിലൊക്കെ ഒരു പ്രോബ്ലംസ് അല്ലേ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാനായിട്ട് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട് അല്ലെ. It can be in the form of strikes, protests, lockouts, cutbacks, then firing of employees, etc. Okay, അപ്പൊ ഈ തർക്കങ്ങളിലൊക്കെ പറയുമ്പോൾ ഈ തർക്കങ്ങൾ വരുമ്പോൾ എന്താണ് സാധാരണയായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ചെറിയ പിള്ളേര് വരും. അതായത് ചിലപ്പോൾ ആണെങ്കിൽ അവര് എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കിയിട്ട് വരുമ്പോൾ അവരെ സ്ട്രൈക്ക് ഒക്കെ നടത്തും. then എന്താണ് ലോക്കൗട്ടുകൾ അല്ലെ, അവിടെ നിന്ന് ഇറങ്ങി പോകാതിരിക്കുക, പങ്കാളിയാകാതിരിക്കുക അല്ലെ, എന്തെങ്കിലും പ്രതിഭാഗം എന്നുള്ള രീതിയിൽ അവര് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. then firing of employees ഒരുപാട് ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. The Industrial Dispute Act 1947 is a legislation for identifying and resolving the industrial disputes. ഓക്കെ, നമുക്ക് ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അപ്പൊ ആ ആക്ടിൽ പറയുന്നത് അല്ലെ വ്യവസായ തർക്കങ്ങളൊക്കെ
തീർച്ചയായിട്ടും നിയമ പരിരക്ഷ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ആ നിയമത്തിൽ അനുശാസിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം കാര്യങ്ങൾക്കൊക്കെ സോൾവൻസി കണ്ടെത്താനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആക്ട് ആണ് ഇതെന്ന് പറയുന്നത് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഈ ആക്ടിന്റെ കീഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതി തന്നെ അല്ലെ ആക്ടിൽ പറയുന്നത് എന്താണോ ആ രീതി ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം ഏതെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ നിയമവശം എംപ്ലോയുടെ ഭാഗത്ത് നിയമവശങ്ങൾ ഒക്കെ ആണെങ്കിൽ അവർ ചോദിക്കുന്ന അവര് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് എംപ്ലോയറുടെ ബാധ്യസ്ഥനാണ്. ഇൻ കേസ് അങ്ങനെ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അവർ ലീഗലായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിയമപരമായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് നമുക്ക് തർക്കങ്ങളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് എംപ്ലോയുടെ അടിയിലേക്ക് ഒന്നും പോകാതെ തന്നെ തർക്കങ്ങള് ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ ഓക്കെയാണോ? ആക്ടിന്റെ ഇയറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസിന് പറയുന്നത് trade union is the long-lasting association creating and by employees in order to gain benefits out of industry. Okay, trade union എന്ന് പറയുന്നത് long lasting ആയിട്ടല്ലേ നമുക്കൊരു വ്യവസായ സ്ഥാപനത്തിലാണെങ്കിൽ യൂണിയനുകൾ ഉണ്ടെങ്കിൽ അത് നീണ്ട കാലത്തേക്ക് നിലകൊള്ളുന്ന ഒരു അസോസിയേഷൻ ആണ് അല്ലെ. അപ്പൊ നീണ്ട കാലത്തേക്ക് എംപ്ലോയിക്ക് ആവശ്യമായിട്ട് അർഹതപ്പെട്ട എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെ നേതൃത്വത്തിൽ നിന്ന് ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. It is a permanent association of workers formed with the aim of enhancing and sustaining their working environment. Okay, അവിടെ നിലവിലുള്ള വർക്കിംഗ് എൻവയൺമെന്റിൽ ചുറ്റുപാടിൽ തന്നെ നിലനിന്നുകൊണ്ട് തന്നെ അവിടെ എന്താണ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ അവിടെ വർക്കേഴ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെർമനന്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുന്നത്. ട്രേഡ് യൂണിയനുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ടുപോയത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അവിടെ എടുത്ത് പറയുന്നത് വർക്കേഴ്സ് ഫോംഡ് വിത്ത് ദ എയിം എൻഹാൻസിങ് ദ സസ്റ്റൈനിങ് ദെയർ വർക്കിംഗ് എൻവയൺമെന്റ്. നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ അംഗത്വം സ്വീകരിക്കുന്നത് എംപ്ലോയീസ് ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകളെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ. നേരത്തെ കണ്ടത് എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷനുകളായിട്ടാണ് ട്രേഡ് യൂണിയനുകളെ കണ്ടതെങ്കിൽ
ഫോർത്ത് വൺ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ തൊഴിലുടമകൾ മാത്രമല്ല അവരെ ഇതേ സമാനമായിട്ടുള്ള ബിസിനസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഇവർക്ക് ഒരു നല്ല ബന്ധമുണ്ടാവും അല്ലെ. അപ്പൊ തൊഴിലുടമകളുടെ ഒരു ഓർഗനൈസേഷനാണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനാണ് made up of business enterprises and are most important players in industrial relations. Okay, ഇവരും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യൂണിയനുകൾ തന്നെയാണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ദ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് CIE and All Indian Organization of Employers AIOE are the major associations for Indian employers. തൊഴിലുടമകൾക്കുള്ള രണ്ട് യൂണിയനുകളുടെ പേരാണ് ഫസ്റ്റ് വൺ എന്താണ് ദ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്. അത് പ്രധാനപ്പെട്ടതാണ്. തൊഴിലുടമകൾക്ക് വേണ്ടിയുള്ള യൂണിയനുകളാണ്. ഫസ്റ്റ് വൺ CIE-യും സെക്കൻഡ് വൺ AIOE. എന്താണ് അങ്ങനെ ഷോർട്ട് ഫോം ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അത് എംപ്ലോയേഴ്സിന്റെ യൂണിയൻ ആണോ അല്ലെങ്കിൽ അസോസിയേഷൻ ആണോ എംപ്ലോയിയുടെ അസോസിയേഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എംപ്ലോയേഴ്സിന്റെ തൊഴിലുടമകളുടെ അസോസിയേഷൻ ആണ് CIE-യും AIOE-യും. അതിന്റെ അബ്രിവേഷൻ ജസ്റ്റ് നോക്കി വെക്കാം. പറയുന്നത് എന്താണ് കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്. നെക്സ്റ്റ് വേണം ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്. Other major association for Indian employees. They include members from employers organization which consist of representative organizations, chambers of commerce and trade and the industry association of public sector. Okay, ഇതെല്ലാം എന്താണ് തൊഴിലുടമകളുടെ വേണ്ടിയിട്ടുള്ള യൂണിയനുകളാണ്. ആ യൂണിയനുകൾ അവരവരുടേതായിട്ടുള്ള റെപ്രസെന്റേറ്റീവിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ഒരു ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ കണ്ടു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് കണ്ടു. അതിന്റെ ക്വസ്റ്റ്യൻസും എന്താണെന്നുള്ളത്. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടാവുന്നതാണ്. പിന്നെ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽമെന്റ് ചെയ്യപ്പെടാനായിട്ട് നമുക്കറിയാം അവിടെ ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിന്റെ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ദെൻ ട്രേഡ് യൂണിയനുകളല്ല, വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ട്രേഡ് യൂണിയനുകൾ പെർമനന്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിട്ട് അവർ നിലകൊള്ളുക. തീർച്ചയായിട്ടും വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ബാർഗെയിൻ ചെയ്യുന്നത്. ദെൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് രണ്ട് അസോസിയേഷനുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്, സെക്കൻഡ് വൺ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്. ശരിയാണോ? Then നമുക്ക് ഫിഫ്ത്ത് വൺ നോക്കാം. ആക്റ്റീവ് ബാർഗെയിനിങ്. ആക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് if a country strives for economic growth, maintaining industrial harmony and peace is important. അല്ലെ, എവിടെയാണെങ്കിലും അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു കൺട്രിക്കാണെങ്കിലും അവരവരുടേതായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അത് മെച്ചപ്പെടുത്തുന്നതിനെ പരിശ്രമിക്കും അല്ലെ. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തിക വളർച്ച, പുരോഗതി വരുത്തണമെന്ന് അല്ലെ, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. ഇൻഡസ്ട്രിയൽ ഫണ്ട് നമുക്കറിയാം വ്യവസായ സംരംഭങ്ങള് അത് ഒറ്റക്കെട്ടായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ എന്താണ് വ്യാവസായികമായ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നോക്കാം, ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു ആൻ atmosphere of perfect understanding, acceptance and sense of a partnership among the worker and capital. Okay, അവിടെ ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറയുമ്പോൾ വ്യാവസായിക ഐക്യം അല്ലെ. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ്, അക്സെപ്റ്റൻസ് ആൻഡ് സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് among the worker and capital. മൂലധനം ഉണ്ടാക്കിയിട്ട് വർക്കറുകൾ തമ്മിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഹാർമണി ഉണ്ട്, ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു ഐക്യമുണ്ട്. മൂലധന മുടക്ക് നടത്തുന്നവരും എംപ്ലോയറും, അതായത് എംപ്ലോയേഴ്സും എംപ്ലോയികളും തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു മൂലധന മുടക്കിനോട് നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും തർക്കങ്ങളൊന്നും ഇല്ലാതെ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും.
The collective bargaining is the official procedure that comprises a negotiation and information sharing between employees and employees and employers, resulting in an agreement which is suitable to both the parties. Okay. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം collective bargaining എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് അല്ലെ, ഒരു നടപടിക്രമമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അതായത് ഷെയറിംഗ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് എന്ന് വെച്ചാൽ തൊഴിലാളികളും തൊഴിലാളികളും തമ്മിൽ അല്ലെങ്കിൽ തൊഴിലുറപ്പുകളും തമ്മിൽ നല്ലൊരു ബന്ധം, നല്ലൊരു ചർച്ചയിലൂടെ തന്നെ എന്തെങ്കിലും അല്ലെ ഒഫീഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ സാലറി കൂട്ടിത്തിരുന്നതായിരിക്കും, ചിലപ്പോൾ എന്താണ് ഡ്യൂട്ടി ടൈമിന് വേരിയേഷൻ വരുന്നതായിരിക്കും, മറ്റെന്തെങ്കിലും അലവൻസുകൾ നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അവിടെ തീർച്ചയായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ചർച്ച സംഘടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. റിസൾട്ടിങ് ആൻഡ് അഗ്രിമെന്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ടു ബോത്ത് ദ പാർട്ടീസ്. നമുക്കറിയാം അങ്ങനെ ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ അവസാനം എന്തെങ്കിലും ഒത്തുതീർപ്പിലേക്ക് എത്തില്ല. ഇരു കൂട്ടർക്കും വലിയ ദോഷമില്ലാത്ത രീതിയിലായിരിക്കും ഒത്തുതീർപ്പ് എന്ന നടപടികളിലേക്ക് എത്തുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം ഫേവറബിൾ ആയിട്ട് ചർച്ചകൾ അവസാനിക്കുമോ? നമ്മളിപ്പോ ഒരു ചർച്ച വന്നേക്കാണ്, ചർച്ചയില് ഇരുകൂട്ടർ എന്ന് പറയുമ്പോൾ എംപ്ലോയറും എംപ്ലോയി എന്നുള്ള ഇരുകൂട്ടരെയാണ് വെച്ചിരുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയറിന് ഒരു കാര്യം കേൾക്കാതെ എംപ്ലോയറുടെ കാര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചർച്ച അവസാനിക്കും ഇല്ല. എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് എംപ്ലോയറുടെ ഭാഗത്തും കുറച്ച് സൊല്യൂഷൻസ് കണ്ടെത്തി ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത് അല്ലേ. ആണോ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് റിസൾട്ടിങ് ഇൻ ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ടു ബോത്ത് പാർട്ടി. ഈ കുട്ടികൾക്കും കാര്യമായിട്ടുള്ള നേട്ടം അല്ലെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലാണ് അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളൂ. This process involves both the parties. However, in many countries, the government plays a vital role in encouraging collective bargaining by creating relevant law for it. Okay. നമുക്കറിയാം മിക്കവാറും കൺട്രികൾക്ക്, ഇപ്പൊ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ തന്നെയായിരിക്കും അല്ലെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പൊ അതില് പ്രധാനപ്പെട്ട റോള് അവിടെ collective bargaining-ല് ഇരുകൂട്ടർക്കുമുണ്ട്. ഇൻ കേസ് നമുക്കറിയാം ചില കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തിയാലും തീരുമാനത്തിലാവാൻ പറ്റുകയില്ലെങ്കിൽ അത് നിയമത്തിന്റെ കീഴിലായിരിക്കും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. ഹെൻസ് collective bargaining results in a consent for the union contract, collective agreement or a labor contract. Okay. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് collective bargaining എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ റിസൾട്ട് ആണ്? അതായത് യൂണിയന്റെയും ഒരു കരാറടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇരു കൂട്ടർക്കും ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന്റെ ഒരു എഗ്രിമെന്റ് ആണ് പറയുന്നത് ലേബർ കോൺട്രാക്ട്. ഒരു തൊഴിലാളികളുടെ ഒരു കോൺട്രാക്ട്, ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകളെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമുക്കറിയാം വിലപേശിയിട്ടാണ് നമ്മൾ അത് ബാർഗൈൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം.
ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് കോൾഡ് യൂണിയൻ കോൺട്രാക്ട്, കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ലേബർ രജിസ്ട്രേഷൻ. Okay, in order to improve health and welfare of workers, labor legislation came into existence. Okay, നമുക്കറിയാം അവിടെ എംപ്ലോയിയുടെ ആരോഗ്യവും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ ഇംപ്രൂവ് അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ലേബർ ലെജിസ്ലേഷൻ കെയിം ഇൻടു എക്സിസ്റ്റൻസ്. അപ്പൊ അവിടെ എന്താണ് ഒരു നിയമനിർമ്മാണത്തിന്റെ സാധ്യത വഴിവെക്കുന്നു അല്ലെ. ചർച്ചകൾ നടത്തിയിട്ടാണ് നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ലേബർ ലെജിസ്ലേഷൻ തീരുമാനം ഉണ്ടാകുന്ന ഒരു ആ രീതി ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധ്യമാകുന്നു. ഗ്രീവനസ് റിപ്രസൽ എന്ന് പറഞ്ഞാൽ പരാതികൾക്ക് പരിഹാരം അല്ലെ. എംപ്ലോയീസ് ഗ്രീവനസ് ആർ കണക്റ്റഡ് ടു ദ കോൺട്രാക്ട്, rule of all regulations, policy or procedure, health and safety regulation, past practice, changing the cultural norms, individual victimization based on etc. Okay, നമുക്കറിയാം അവിടെ പരാതികൾക്ക് പരിഹാരങ്ങൾ കാണാം അല്ലെ. പലതരത്തിലുള്ള പരാതികൾ ഉണ്ടാവാം. ഒരുപക്ഷെ നമുക്കറിയാം കോൺസുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ വേജസുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ എൻഗേജ് അല്ലെ പാസ്റ്റ് പ്രാക്ടീസ് എന്തെങ്കിലും അല്ലെ. പലതരത്തിലുള്ള പരാതികൾക്ക് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തും. അപ്പൊ നമ്മളൊരു ബന്ധമുണ്ടെങ്കിൽ പലതരത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. All this grievance can be resolved through the grievance redressal procedure. Hence, to develop harmonious industrial relations to run a unbased, successful and dynamic workplace grievance handling must be done effectively. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പരാതികൾക്ക് പരിഹാരം അല്ലെ അത് തീർച്ചയായിട്ടും കണ്ടെത്തണം അല്ലെ. ഇപ്പോ നല്ലൊരു ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് അതൊരു ബേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു നെഗോഷിയേഷൻ നടത്തിയിട്ട് അല്ലെ നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലും ചർച്ചകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് അവസാനം ചർച്ചയ്ക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. കാരണം നമുക്കറിയാം നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പോട് കൂടിയിട്ട് എന്താണ് ഒരു ചർച്ച വരുമ്പോൾ എന്താണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സവിടെയാണ് അല്ലെ. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ എന്താണ് അത് പ്രാവർത്തികമാക്കുക എന്നുള്ള പ്രൊസീജിയറും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ മാത്രമേ എന്താണ് വ്യക്തിപരമായ രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു അല്ലെ. അവിടെ ഇൻഡസ്ട്രിയുടെ പരമായിട്ടുള്ള എംപ്ലോയീസിനോ അല്ലെങ്കിൽ എംപ്ലോയർക്കൊക്കെ അവരുടെ പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടും സാധിക്കുന്നു. നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.